ദൈവം തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ആരാണ് അവർ? 17, 18, 19 വചനങ്ങളിൽ 1. ബുദ്ധിയില്ലാത്തവർ, ലംഘനങ്ങളാലും അകൃത്യങ്ങളാലും കഷ്ടപ്പാട് വിളിച്ചു വരുത്തിയവർ. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. കഷ്ടതയും ഞെരുക്കവും അനുഭവിക്കുന്ന ഒരു കൂട്ടം ദൈവജനം, സ്വന്തം ജനം, നിലവിളിക്കുന്ന ദൈവജനത്തിൻ്റെ നിലവിളി കേട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമയച്ച് സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. കുഴിയിൽ അകപ്പെടുക എന്നത് വഞ്ചിക്കപ്പെടുക, ഒറ്റപ്പെടുക, രക്ഷയില്ലാത്ത അനുഭവം. മനുഷ്യർ പലവിധമായ കുഴിയിലാണ്. പാപത്തിൻ്റെ കുഴി, അകൃത്യത്തിൻ്റെ കുഴി, ലംഘനത്തിൻ്റെ കുഴി, കോപത്തിൻ്റെ, ക്രോധത്തിൻ്റെ, ജഡപ്രവർത്തികളുടെ കുഴി, കടബാധ്യതയുടെ കുഴി, വഞ്ചനയുടെ കുഴി, മറ്റുള്ളവരാൽ സഹായിച്ചാലും മറ്റുള്ളവരുടെ സഹായത്തോടെ അല്ലാതെ കയറി വരുവാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് കുഴി. മറ്റുള്ളവരുടെ സഹായത്തിന് പരിമിതികളുണ്ട്. മനുഷ്യർക്കാർക്കും സഹായിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ എല്ലാ സാഹചര്യത്തിൽ നിന്നും വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ യേശു മതിയായവനാണ്. ദൈവം മണ്ണിൽ നിന്ന് നിർമ്മിച്ച ആദ്യ മനുഷ്യനായ ആദാമും ആദാമിൻ്റെ വാരിയലിൽ നിന്ന് എടുക്കപ്പെട്ട സ്ത്രീയും പാപം ചെയ്യുന്നതിന് മുമ്പേ, അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പേ, സാത്താനാൽ വഞ്ചിക്കപ്പെടുന്നതിന് മുമ്പേ നല്ല ഒരു അനുഭവമായിരുന്നു. രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത നല്ല അനുഭവം. പാപത്താൽ കുഴിയിൽ ആക്കപ്പെടുന്നത് പോലെ നിറവ് നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, സൗഖ്യം നഷ്ടപ്പെട്ട്, നിത്യജീവൻ നഷ്ടപ്പെട്ട്, കൈവിടപ്പെട്ടതുപോലെ മാനവരാശി ആയി. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് യേശു വന്ന് സാധാ ഒരു മനുഷ്യനായി ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശു കർത്താവിൻ്റെ കരങ്ങൾ ഏത് അഗാധ ഗർത്തത്തിൽ, വലിയ കുഴിയിൽ അകപ്പെട്ട വ്യക്തിയെയും കരം പിടിച്ചുയർത്തുവാൻ ശക്തിയുള്ളതാണ്. മനുഷ്യർക്കോ സ്വർഗത്തിലുള്ളതോ ഭൂമിക്കുള്ളതോ അധോലോകത്തിനുള്ളതോ ആയ വ്യക്തികൾക്ക്, ശക്തികൾക്ക് പാതാള അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തിയില്ല, പ്രാപ്തിയില്ല. എന്നാൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, ശിരസ് മുതൽ പാദം വരെ രക്തം ചിന്തിയ, നമുക്ക് വേണ്ടി പാടുകൾ അനുഭവിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട, ദേഹത്തെ, ദേഹി ആത്മാവിനെ നമുക്ക് വേണ്ടി നൽകിത്തന്ന, ജീവനെ നൽകിത്തന്ന യേശു കർത്താവ് രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ മതിയായവനാണ്. നിലവിളിക്കുന്നവർക്കാണ് സൗഖ്യം. നിലവിളിക്കുന്നവർക്കാണ് കുഴിയിൽ നിന്ന് കയറി വരുന്ന അനുഭവം. ഒരു വ്യക്തി കുഴിയിൽ അകപ്പെട്ടാൽ പുറത്ത് നന്മയുണ്ടെങ്കിലും വഴിയുണ്ടെങ്കിലും തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അതുപോലെ ഒരു വ്യക്തി പുറത്താണ്, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്താണ്. ആ വ്യക്തിയുടെ നന്മകൾ, പ്രാപിക്കേണ്ട സന്തോഷം, സമാധാനം കുഴിയിൽ ആണെങ്കിൽ അത് നഷ്ടമാണ്. ഭയം ഒരു കുഴിയാണ്. അതുപോലെ ദുഃഖം ഒരു കുഴിയാണ്. നിരാശ ഒരു കുഴിയാണ്. സ്തോത്രം. ആ കുഴിയിൽ നിന്നെല്ലാം വിമുക്തി നാം തന്ന്, മോചനം തന്ന് എന്നേക്കുമായി സന്തോഷത്തിൽ വസിക്കുവാൻ നിങ്ങളെ യേശുവിൻ നാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. രോഗത്തിൻ്റെ,
ദുഃഖത്തിൻ്റെ, നിരാശയുടെ, ദുഷ്പ്രവർത്തികളുടെ കുഴിയിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെട്ട നിലയിൽ ആരാലും സഹായിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും കുഴിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. എപ്പോഴാണ്? തങ്ങളുടെ കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ. നിലവിളിക്കുവാൻ തയ്യാറാണോ? അപ്പാ എന്നെ സഹായിക്കണമേ, യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് ആര് നിലവിളിക്കും? ആ നിലവിളിയുടെ മുൻപിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നിലവിളിക്കുന്നതും കരയുന്നതും ആരും ശ്രദ്ധിക്കുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നിരാശയോടെ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെടുവീർപ്പിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ, നിങ്ങളുടെ ചിന്തകൾ അറിയുവാൻ, നിങ്ങളുടെ ദുഃഖങ്ങൾ ആരോടും പറഞ്ഞില്ലെങ്കിലും അതറിയുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരും. ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ യേശു വരും. ദുർസ്വഭാവങ്ങളാലോ, മദ്യപാനാസക്തികളാലോ, വെറിക്കൂത്തുകളാലോ, ലഹരിയുടെ ഉപയോഗം നിമിത്തമായി രക്ഷപ്പെടുവാൻ കഴിയാത്ത കുടുംബത്തെ നോക്കി, കുടുംബാംഗങ്ങളെ നോക്കി നെടുവീർപ്പിടുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, സഹോദരന്മാർ, പ്രിയമുള്ളവരെ, യേശു നിങ്ങളുടെ നെടുവീർപ്പിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കൂ, രക്ഷ നേടൂ, പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വിമുക്തി തേടി സ്വർഗീയമായ ആ ഭവനത്തിലെത്തുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. അതിനുള്ള വഴി തിരിച്ചറിയുവാൻ ശ്രമിക്കൂ. കർത്താവ് നിങ്ങളെ ഉയർത്തും, കർത്താവ് നിങ്ങളെ മാനിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.